ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു അയിലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അയിലക്കറി റെസിപ്പിയാണ് കേട്ടോ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിന് തേങ്ങയൊന്നും ചേർത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക്, ഉലുവ ഒക്കെ ചേർത്ത് കൊടുത്തു. അത് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു. തക്കാളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറാനായിട്ടാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ പഴയ പുളിയാണ്. പുളി വെള്ളം എടുത്ത് വെച്ചതാണ്. ഇത് കറുത്ത് കളറായതാണ്. അധികം പുളിപ്പൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞതാണ് കേട്ടോ. പുളിവെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കും. അപ്പോൾ തന്നെ നമ്മുടെ കറി തിളച്ച് നല്ല സെറ്റായി വന്നിട്ട് ഈ സമയത്ത് അതിലൊക്കെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടെ തിളച്ചൊന്ന് വന്നാൽ നമ്മൾ കറി റെഡിയായിട്ടോ. ഒന്ന് തിളക്കട്ടെ. നമ്മുടെ